വൈജ തിരികെ വന്നത് കണ്ട് ഞെട്ടി നിൽക്കാണ് അലീന. എന്തായാലും ഗംഗേട്ടൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗംഗേട്ടൻ തന്നെ വഴക്കുണ്ടാക്കിയായിരിക്കാം വൈജനെ അവിടുന്ന് കൊണ്ടെത്തിച്ചത്. അങ്ങനെ വൈജ വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് അലീനയുടെ മുഖമാണ്. കഥ തുറന്നു വരുന്നത് അലീനയാണല്ലോ. അലീനയെ കണ്ടപാട് തന്നെ നമ്മുടെ വൈജയുടെ റിലേ പോകുന്നുണ്ട്. അങ്ങനെ വൈജ അകത്തേക്ക് കയറുന്നുണ്ട്. അലീന പതിയെ മാറിക്കൊടുക്കാണ്. തൻ്റെ അമ്മയെ കണ്ട സന്തോഷത്തിലാണ് അലീന. വൈജയെ കണ്ട ദേഷ്യത്തിലാണ് അലീനയെ കണ്ട ദേഷ്യത്തിലാണ് വൈജ. വൈജ അങ്ങനെ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഗംഗേട്ടനും ശിവനും കൂടെ കൂടിയിട്ട് നേരെ ബാലിനെ കാണാൻ പോവാണ്. അവിടെ പോയതിനു ശേഷം ബാലിനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ബാലൻ പറയാണ്, ഗംഗേട്ട എനിക്കൊരു വിഷയമില്ല, ഞാൻ പറഞ്ഞല്ലോ അവളോട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വെറുപ്പും ദേഷ്യവും എല്ലാം ഉണ്ട്. അതിപ്പോൾ ഏതൊരു ഭർത്താവിനാണെങ്കിലും അത് കാണുമല്ലോ. പിന്നെ അലീനാനെ അവളെ പറഞ്ഞു വിട്ടിട്ട് ഇവൾക്ക് ഇവിടെ നിൽക്കാമെന്നൊന്നും അവൾ കരുതണ്ട. അലീനെ ഞാൻ പറഞ്ഞു വിടില്ല എന്ന് പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, ബാല അത് വൈജയുടെ മകളല്ലേ, അല്ലാതെ നിന്റെ മകളല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഈ വാശി പിടിക്കുന്നത്? നമുക്ക് അലീനാനെ ഏതെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയാലോ, അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താലോ എന്ന് ചോദിക്കുമ്പം അതൊന്നും വേണ്ട. നിങ്ങളുടെ പെങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി അലീനയോടൊന്നും പറഞ്ഞിടുന്ന കാര്യമില്ല. എൻ്റെ മോനെ ഇപ്പോൾ രക്ഷിക്കാനാണെങ്കിലും ഏറ്റവും സഹായമായത് അലീനയാ. അതുപോലെ ഇപ്പോൾ അലീന എൻ്റെ കൃഷ്ണമോളെ പോലെ തന്നെയാ. അവളോട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. അവളെ ഇവിടുന്ന് പറഞ്ഞിട്ടിട്ട് എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളെ ഇവിടെ പോയിട്ട് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്കൊരു വിചാരമുണ്ട്, അവൾ പറഞ്ഞത് മാത്രമേ നടക്കുള്ളെന്ന്. അവളുടെ എല്ലാന്ന് അവളുടെ കൈവശമാണ് ഞാനും എൻ്റെ മക്കളും എല്ലാം എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയൊന്നും നടപ്പിലാകാൻ പോണില്ലെന്ന് അവൾ മനസ്സിലാകട്ടെ. ഞങ്ങേട്ടാ, ഇത്രയും കാലം അവളുടെ അടിമയെപ്പോലെയാ ഞാൻ ജീവിച്ചത്. അതെനിക്ക് ആണല്ലത്തില്ലാത്തതുകൊണ്ടോ നട്ടനത്തില്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല. അവളെ ഞാൻ ഒത്തിരി സ്നേഹിച്ചതുകൊണ്ടാ. ഒരുപാട് ഞാൻ അവളെ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ടായിരുന്നു അവൾ പറഞ്ഞ എല്ലാം ഞാൻ വാലാട്ടി ഇന്ന് അനുസരിച്ചത്. അവൾ പറഞ്ഞതിൻ്റെ അപ്പുറം ഞാൻ കടന്നിട്ടില്ല. മക്കളുടെ കാര്യത്തിലാണേലും അവർ തെറ്റ് ചെയ്യുമ്പോഴും അവളെ ശിക്ഷിക്കാറ്. ഞാൻ വഴക്ക് പറയാൻ പോലും അവളെ സമ്മതിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും അവളായിരുന്നു നോക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഭാര്യ വൈജ എന്ന് പറയുമ്പം എനിക്കെന്തോ സ്വർഗം കിട്ടിയതുപോലായിരുന്നു. വീട്, മക്കള്, ഭാര്യ, സ്വത്ത്, അതുപോലെ പദവി എല്ലാം കൊണ്ടും ഞാൻ എല്ലാം തികഞ്ഞൊരു മനുഷ്യനായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷെ ഒന്നും അല്ല ഞാനെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. ആ ഒരു തിരിച്ചറിവ് എനിക്ക് വല്ലാത്തൊരു തകർച്ചയാണ് ഗംഗേട്ട ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളെ ഒരിക്കലും ഇനി പഴയതുപോലെ കാണാൻ എനിക്കാവില്ല. വൈജയുടെ അഹങ്കാരവും അവളുടെ അഹന്തയും അവളുടെ അഹംഭാവവും എല്ലാം ഈ പടിക്ക് പുറത്ത് ഇതിനകത്തേക്ക് അവൾ എടുക്കണ്ട. അവൾ വിചാരിക്കുന്ന പോലെ അവളുടെ പിന്നാലെ സാരത്തുമൽ ചുറ്റി നടക്കുന്ന ആ പഴയ ബാലചന്ദ്രനല്ല ഇപ്പോഴത്തെ ബാലചന്ദ്രൻ. ഇനി ഒരിക്കലും ആ ബാലചന്ദ്രന് തിരിച്ചുപോക്കില്ല. ഒരിക്കലും അവളെ അങ്ങനെ കാണാനോ അവളുടെ അടുത്തേക്ക് പോകാനോ ഒന്നും എനിക്ക് സാധിക്കില്ല ഗംഗേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, ബാല, ഞങ്ങളെല്ലാം തെറ്റ് ചെയ്തു. ഞാനും എൻ്റെ സഹോദരന്മാരും സഹോദരിയും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ബാലിനെ ചതിക്കായിരുന്നു. ശരിയാ, 23 വർഷക്കാലം ഞങ്ങൾ ആ രഹസ്യം മറച്ചു വെച്ചു. അത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത്രയൊക്കെ ആയില്ലേ, നിനക്ക് 3 കുട്ടികളായില്ലേ, ഇനിയെങ്കിലും അതൊക്കെ മറന്ന് നിനക്ക് ജീവിച്ചൂടെ, അവളോട് ക്ഷമിച്ചൂടെ എന്ന് പറയുമ്പം ബാലൻ പറയാണ്, ഞാൻ ക്ഷമിക്കാം, ഭൂമിയോളം ഞാൻ ക്ഷമിക്കാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം. നിങ്ങളുടെ പെങ്ങളെന്ന് പറഞ്ഞ ആ പൂതനയുണ്ടല്ലോ, അവൾ എന്നോട് മയത്തിൽ സംസാരിക്കണം, സ്നേഹത്തോടെ പെരുമാറണം. സാധിക്കുമോ? ഒരു ഭർത്താവിന് കൊടുക്കേണ്ട എല്ലാ സ്നേഹവും കരുതലും അതുപോലെ ആ ഒരു റെസ്പെക്റ്റും കൊടുത്ത് അവൾ പെരുമാറണം. അതിന് നിങ്ങളുടെ പെങ്ങളെ കൊണ്ട് പറ്റുമോ? ഈ രഹസ്യങ്ങളൊന്നും പറയാതെ അവൾ നല്ലൊരു കുടുംബിനിയായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി ജീവിക്കാൻ അവളെ കൊണ്ടാവോ? അങ്ങനെയാണെങ്കിൽ എല്ലാം ഞാൻ മറക്കാം, എല്ലാം പൊറുക്കാം. ഒരിക്കലും ഞാനിത് പറഞ്ഞ് അവളെ വേദനിപ്പിക്കില്ല. അപ്പോൾ ഗംഗേട്ടനും ശിവനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് പോലും ഉറപ്പില്ല. നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം. അവളുടെ വായിന്ന് വീഴുന്നത് കേട്ട തന്നെ 4 വെള്ളത്തിൽ കുളിച്ചാലും ശുദ്ധിയാവില്ല. അത്രയ്ക്ക് വർത്താനമാ അവൾ പറയുന്നത്. എന്നിട്ടും ഞാനത് ക്ഷമിച്ച് അവളുടെ കൂടെ വീണ്ടും അടിമയെപ്പോലെ ജീവിക്കണമല്ലേ? പണ്ടത്തെ ബാലചന്ദ്രൻ മരിച്ചുപോയി ഗംഗേട്ട. അയാൾ ഇനി തിരിച്ചു വരില്ല. അയാൾ മരിച്ചു എന്ന് തന്നെ പറയാണ്. അല്ല,
പുതിയ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് അതിന് എഗ്രിമെന്റ് ഒക്കെ വെച്ചിരുന്നല്ലോ. പിന്നെ എന്തിനാ അവൾ ഇങ്ങോട്ട് കെട്ടിയിരുന്നില്ല? അത് പിന്നെ ബാല, ഞാൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നതാ. അപ്പോഴും അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നല്ല അല്ലേ? എന്തായാലും 3-4 ദിവസം അവളിവിടെ കാണും. അത് കഴിഞ്ഞിട്ട് അവൾ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ ശ്രമിക്കാം. എനിക്ക് വേണ്ടി ആരും പിടിച്ചു നിർത്തണ്ട. അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി. എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് ബാലൻ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ രണ്ടുപേരും ചേരി തിരിഞ്ഞ് അടിയിളകിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ നഷ്ടമാകുന്നത് രോഹിത്തിനാന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. രോഹിത്തിന് ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ, നിങ്ങൾക്കത് മനസ്സിലായതാണല്ലോ. അവൻ പിടിവിട്ട് നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കോ മറ്റെന്തെങ്കിലും ചെയ്ത് അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങളുടെ വാശിക്കടയിൽ നഷ്ടപ്പെടാൻ പോണത് രോഹിയായിരിക്കും. അത് മറക്കണ്ട എന്ന് പറയാണ്. 3-4 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ഒന്നാമത് ശ്രമിക്കുക. അതിനുശേഷം രോഹിത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ്, ആർക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും അവളുടെ മുമ്പിൽ നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും എനിക്ക് വയ്യ. അവളെ കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അറപ്പാ. അതുകൊണ്ട് ഞാനിനി അവളോട് ഒത്തൊരുമിച്ച് പോകുന്നൊന്നും നിങ്ങളാരും കരുതണ്ട. പിന്നെ ഇവിടെ നിൽക്കാം. എത്ര കാലം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവൾക്ക് ജീവിക്കാം. അവളുടെ മക്കളുണ്ട് ഇവിടെ, എൻ്റെ മക്കൾ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് മാത്രം അവളെ ഞാൻ ഇവിടുന്ന് വലിച്ചിറക്കി വിടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലിനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ശിവൻ പറയാണ്, ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ഗംഗേട്ടൻ പറയാണ്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ പെങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അവളുടെ കയ്യിലിരിപ്പ് കണ്ടതല്ലേ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ എന്തൊക്കെ പറഞ്ഞു. അവളിവിടെ വന്നതിന് ശേഷം എന്തൊക്കെ ബഹളം ഉണ്ടാക്കി, അതെല്ലാം കണ്ടതല്ലേ. അവളുടെ സ്വഭാവത്തിന് ആരാ ശിവ നോക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, കമൽ ഇതുപോലെ ഇടുന്നത് കാണിക്കുകയാണെങ്കിൽ നീ സമ്മതിക്കോ അതോ ഞാൻ സമ്മതിക്കോ? ആദ്യം മാറ്റേണ്ടത് നമ്മളുടെ പെങ്ങളുടെ സ്വഭാവമാണ്. അവളുടെ അഹങ്കാരം മാറ്റേണ്ടത്. എല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാം ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ അവൻ്റെ മുമ്പിൽ കൂടി നടക്കുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മളുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടുപേരും അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മളെന്ത് ചെയ്യാനാ എന്ന് പരസ്പരം പറയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം ആവുന്നുണ്ട്. അടുക്കളയിൽ അലീന തകൃതിയുള്ള ജോലിയിലാണ്. അമ്മ കുറേ കാലം കൂടി വന്നതല്ലേ, അപ്പം നല്ല ഫുഡ് ഉണ്ടാക്കാനായിട്ട് അകത്തേക്ക് കയറിയതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം തന്നെ അവൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് വൈകുന്നുണ്ട്. കൃഷി ചോദിക്കുകയാണ്, അല്ലേ ചേച്ചി ഇന്നെന്താ ഇത്രയ്ക്ക് സ്പെഷ്യല്? അത് പിന്നെ മേഡം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, ഇത്രയും നാളോ ഹോസ്പിറ്റലിൽ നല്ല ഫുഡൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വയർ നിറച്ച് വായ്ക്ക് രുചിയായിട്ട് അമ്മ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, ആ അമ്മയോടുള്ള സ്നേഹമൊക്കെ നല്ലതാ ചേച്ചി, ഇതും കൊണ്ട് പോകുമ്പോളേ എടുത്ത് എറിയാതിരുന്നാൽ കൊള്ളാം. രോഹിത്തേട്ടൻ എറിഞ്ഞ പോലെ ഭക്ഷണം എടുത്ത് എറിയത്തൊന്നുമില്ല, എങ്കിലും ദേഷ്യം കാണിക്കായിരിക്കും. അത് സാരമില്ല, മോളുടെ കൂടി ഉണ്ടാക്കിയെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ എങ്ങനെയാ, അമ്മ കണ്ടോണ്ടിരിക്കുകയല്ലേ ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളല്ലേ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. സാരമില്ല, നീ എന്തായാലും ഒന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാ സാധനങ്ങളും ഡൈനിങ് ടേബിളിലേക്ക് നിരത്തുന്നുണ്ട് കൃഷ്ണയും അലീനയും. രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത്തിനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല. അവന് നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഓടിച്ച് അലീനയാണല്ലോ പിടിച്ചു കയറ്റിക്കൊണ്ടൊക്കെ പോയത്. ഒന്നും കഴിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനെ ഭയന്നുകൊണ്ട് രോഹിത്ത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഭവിതയും കൃഷ്ണമോളും എല്ലാവരും വന്നിരിക്കുകയാണ്. ഈ സമയത്ത് അലീന കൃഷ്ണയോട് പറയുന്നുണ്ട്, മോള് പോയി മോളുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വാ ആഹാരം കഴിക്കാൻ എന്ന് പറയാണ്. ബാലൻ പറയുന്നുണ്ട്, എല്ലാവരെയും പോയി അവരുടെ റൂമിൽ പോയി ആനയിക്കേണ്ട ആവശ്യമുണ്ടോ? എഴുന്നള്ളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, വേണ്ടവർ വേണമെങ്കിൽ വന്ന് ആഹാരം കഴിക്കും എന്ന് പറയുമ്പോൾ അച്ഛാ ഒന്നും മിണ്ടാതിരിക്കും പ്ലീസ്. എത്ര നാൾ കൂടിയാ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്? കാണുമ്പോൾ തന്നെ മനസ്സിലെന്ത് സന്തോഷം എന്നറിയോ? ദയവ് ചെയ്ത് അച്ഛനത് ഇല്ലാണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ഞാനാണോ കാരണക്കാരൻ എന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛനല്ല, ദയവ് ചെയ്ത് അച്ഛനൊന്നും മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കൃഷ്ണ പോയിട്ട് വൈജയനെ വിളിക്കുന്നുണ്ട്. വൈജയനെ വിളിക്കുമ്പോൾ വൈജ പറയാണ്, എനിക്ക് നിങ്ങളുടെ ആഹാരമൊന്നും വേണ്ട. അമ്മ പിന്നെ പട്ടിണി കിടക്കാനാണ് ഭാവം,
അമ്മയ്ക്ക് ഗുളിയൊക്കെ കഴിക്കാനുള്ളതല്ലേ, അമ്മ വന്ന് എല്ലാം കഴിക്കാൻ നോക്ക് എന്ന് പറയാണ്. വേണ്ട, അവൾ ഉണ്ടാക്കിയതിലെല്ലാം, അവൾ ഉണ്ടാക്കിയൊന്നും എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം അച്ഛൻ വാങ്ങിച്ച സാധനമാണ്. അമ്മ എപ്പോഴും പറയാറുള്ള പോലെ ചേച്ചി വീട്ടിലെ സർവൻ്റ് ആണെന്ന് പറയാറില്ലേ, അങ്ങനെ കരുതിയാൽ മതി. ചേച്ചി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ ഒന്നൊന്ന് കഴിക്ക് എന്ന് പറയാണ്. അങ്ങനെ വൈജ മുറിയിൽ ഹാളിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് ഒരുങ്ങാണ്. വൈജനെ കാണുമ്പോൾ കൃഷ്ണയ്ക്കും ബബിതയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പഴയതുപോലെ ഒന്നും അല്ലാതെ ആരോടും ഒന്നും മിണ്ടാതെ വൈജ പതിയെ വന്ന് ഡൈനിങ് ടേബിളിന് മുമ്പിൽ ഇരിക്കുകയാണ്. അലീന വന്ന് വിളമ്പി കൊടുക്കാൻ വരുമ്പം എനിക്ക് കൈയുണ്ട്, എനിക്ക് വിളമ്പാൻ അറിയാം എന്ന് പറയാണ്. അങ്ങനെ വൈജ തനിയെ വിളമ്പാണ്. വൈജയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നിരത്തി വെച്ചിരിക്കുന്ന കണ്ട് വൈജ ഒന്ന് ഷോക്കാവാണ്. ബാലിന് മനസ്സിലാവുന്നുണ്ട് അലീന വൈജയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച ഫുഡാണ് അതെല്ലാം എന്ന്. ഒരക്ഷരം പോലും മിണ്ടാതെ ബാലൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. വൈജ ഏറുകണിട്ട് ബാലിനെ നോക്കാണ്. ബാലിനിപ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ വൈജ ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോൾ അലിനുണ്ടാക്കിയ ഭക്ഷണത്തിനെല്ലാം നല്ല രുചിയായിരിക്കും. ആ രുചിയിൽ മെയ് മറന്നു പോയിട്ട് അവൾ കഴിക്കാതിരുന്നുകൊണ്ട് അലീനയോട് ബാലൻ പറയാണ്, മോളെ ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് പറയുമ്പം അയ്യോ അച്ഛാ വേണ്ട, ഞാൻ പിന്നെ ഇരുന്നോളാം, അത് സാരമില്ല, മോളോടായാലേ ഈ ടേബിൾ തികയുള്ളൂ, ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്, മോളും കൂടെ ആയാൽ മാത്രമേ ഇവിടെ പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ അവിടെ ഇരുത്തുന്നുണ്ട്. ഉടൻ തന്നെ നമ്മുടെ വൈജ ചാടി എഴുന്നേക്കാണ്. അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, അമ്മേ അന്നത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് രോഹിയേട്ടൻ ഫുഡൊക്കെ വലിച്ചെറിയായിരുന്നു. അതിൻ്റെയൊക്കെ ദോഷം നമ്മുടെ കുടുംബത്തിനാ. അമ്മ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, ആഹാരസാധനം ഒരിക്കലും കളയാൻ പാടില്ല എന്ന്. അമ്മ കഴിച്ചതിൻ്റെ ബാക്കി ഇനി കളയേണ്ടി വരില്ലേ, അതുകൊണ്ട് അമ്മ എവിടെ നിന്ന് കഴിക്ക് എന്ന് പറയാണ്. കൃഷ്ണ പറഞ്ഞത് കേട്ട് മറ്റൊന്നും മിണ്ടാതെ വൈജോടിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൂടി തൃപ്തിയായിട്ട് എല്ലാവരും ആഹാരം കഴിക്കാണ്. എല്ലാവരും ഇപ്പോൾ തിരികെ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ വൈജ എഴുന്നേറ്റ് പോയി കൈ കഴുകുന്നുണ്ട്. അലീന എല്ലാ പ്ലേറ്റൊക്കെ പറക്കിക്കൊണ്ട് വെക്കാണ്. എല്ലാം കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കൃഷ്ണമോൾ വന്നിട്ട് അലീനയോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വൈജ അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോഴേക്കും കൃഷ്ണ പതിയെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വൈജി ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ഉദ്ദേശം? ഇവിടെ നിനക്ക് ഇതുവരെ പോകാറായില്ലേ? ഞാനിങ്ങോട്ട് തിരികെ വരില്ലെന്നാണോ നീ കരുതിയത് എന്ന് ചോദിക്കുകയാണ്. മേഡം, അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനിവിടെ മിണ്ടാതെ ഇവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എടി, ഞാൻ പോയ പോക്കിൽ മരിച്ചു പോകുന്നില്ല നീ കരുതിയത്? എൻ്റെ അവസ്ഥ കണ്ട് നീ കുറേ സന്തോഷമല്ലേ? ഇങ്ങനൊരു തിരിച്ചു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, മേഡം എനിക്ക് അങ്ങനെ ഒന്നുമില്ല. മേഡം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മേഡത്തിന് അപകടം പറ്റണമെന്നോ മേഡത്തിന് ഇങ്ങനെ സംഭവിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ലേലും എൻ്റെ ഭർത്താവിനെ നീ കൈമടക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അച്ഛനില്ല, എനിക്ക് ഭർത്താവില്ല, എല്ലാം നീ ഒറ്റയിരുത്തി കാണാമെന്ന് പറയുമ്പം മേഡം, അതെൻ്റെ ഭർത്താവാക്കാനല്ല, എൻ്റെ അച്ഛനാ, എൻ്റെ സ്വന്തം അച്ഛൻ. പിന്നെ ഞാൻ എങ്ങനെയാ നിങ്ങളത് വേർപെടുത്തുന്നത്? ഞാനിപ്പോൾ ഈ വീട്ടിലെ സെർവൻ്റ് മാത്രമാണ്. അങ്ങനെ മാത്രം മേഡം കരുതിയാൽ മതി. മാസം മാസം എനിക്ക് അദ്ദേഹം ശമ്പളം നൽകുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക്. അതുകൊണ്ട് എന്നെ ഒരു സെർവൻ്റായിട്ട് കണക്കാക്കിയാൽ മതി. മേഡം ഇവിടെ തന്നെ നിൽക്കണം, എങ്ങും പോകരുത്. എന്നിട്ട് ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. നിങ്ങളെല്ലാവരെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നെ ഒരു സെർവൻ്റായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറയാണ്. ഞാനിവിടെ നിൻ്റെ കീഴെ കിടക്കാനൊന്നും വന്നതല്ല. ഞാനിവിടുന്ന് പോകും. രോഹി എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. അവനെയും കൊണ്ട് ഞാനിവിടുന്ന് പോകും. അവനെ മാത്രമല്ല, എൻ്റെ മക്കളെയും കൊണ്ടും. പിന്നെ നിനക്കും അയാൾ കൂടി ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. മേഡം എന്തൊക്കെയായി പറയുന്നേ? നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്തായാലും ഞാനിവിടെ അധികകാലം ഉണ്ടാവില്ല. മേഡം അതോർത്ത് പേടിക്കണ്ട. മേഡം വേറെ അപ്പാർട്ട്മെൻറ്റ് എടുത്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനിവിടുന്ന് മാറാൻ ഒരുങ്ങിയതാ. ഇനി എന്തായാലും മേഡം പോവാണെങ്കിൽ ഉറപ്പായി ഞാൻ പോകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ഉള്ളിടത്ത് ഒരിക്കലും ഞാൻ ജീവിക്കില്ല. എൻ്റെ മക്കളെയും കൊണ്ട് ഞാനിവിടുന്ന് പോകും. അതല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയാണ്. മേഡം, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പോകുക.
ഈ ആഴ്ച തന്നെ പറ്റുമെങ്കിൽ ഞാൻ പോയിക്കോളാം. ദയവ് ചെയ്ത് മേഡം ഇവിടുന്ന് പോകരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പോണ വേണ്ടിയെന്ന് നീ തീരുമാനിക്കണ്ട. എൻ്റെ ഭർത്താവിനിപ്പോൾ എന്നേക്കാൾ അത്യാവശ്യം നിന്നെയാണല്ലോ. നീ അയാളുടെ മകളൊന്നുമല്ലെന്ന് എനിക്കറിയാം. കള്ളം പറഞ്ഞ് രണ്ടുപേരും ഇവിടെ സുഖിച്ച് ജീവിക്കുമല്ലേ. ഛേ മേഡം, അങ്ങനെയൊന്നും പറയല്ലേ. അദ്ദേഹം എന്നെ കൃഷ്ണമോളെ പോലെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മോളാന്നാ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ആ ഒരു കണ്ണി കൂടി മേഡം കാണരുത്. വേറെന്ത് ക്ഷമിക്കാം, സഹിക്കാം. അത് മാത്രം മേഡം പറയരുത്. പിന്നെ എന്ത് പറഞ്ഞോടി, നിന്നെയൊക്കെ ഏതോ ഒരു തള്ള പിഴച്ചു പറ്റതാണെന്ന് എനിക്കറിയാം. എവിടെയോ കിടന്നവളൊക്കെ പിഴച്ചു പറ്റ സന്തതി വലിഞ്ഞു കയറി ഈ വീട്ടിലേക്ക് വന്ന് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മക്കളുടെ സമാധാനം കളഞ്ഞ് ഞങ്ങളുടെ ജീവൻ നശിപ്പിച്ചില്ലടി എന്ന് പറയാണ്. അപ്പോഴേക്കും ആലീന പറയുന്നുണ്ട്, മേഡം അതിര് കിടക്കുന്നുണ്ട്. മേഡം ഇങ്ങനൊന്നും പറയരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യോടി? ഏതോ ഒരുത്തി പിഴച്ചു പറ്റല്ലോ നിന്നെ. എന്നിട്ട് നിനക്കെന്താടി ഇത്രയ്ക്ക് അഹങ്കാരം? എന്ത് പറഞ്ഞാലും അവളുടെ ഒരു ഹുങ്ക് കണ്ടില്ലേ? നീ ആരാ നടന്നിന്റെ വിചാരം എന്ന് ചോദിക്കാണ്. മേഡം, അങ്ങനെ വിവാഹത്തിനോ പ്രസവിക്കുന്ന സ്ത്രീകളെല്ലാം പിഴച്ചവരാണോ മേഡം എന്ന് ചോദിക്കാണ്. അതെന്താടി അങ്ങനെ മോനെ വെച്ച് വർത്താനം? അല്ല, മേഡം ഒന്ന് പുറയിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ മേഡത്തിന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് വിവാഹത്തിനു മുമ്പേ ഒരാളുടെ പ്രണയത്തിലായി ഒരാളെ ഒരു കുട്ടിയെ പ്രസവിക്കുന്ന എല്ലാവരെയും പിഴച്ചവരാണെന്നൊന്നും മേഡം പറയരുത്. മേഡം തന്നെ ഒന്ന് ഓർത്തു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചിരിച്ചുകൊണ്ട് അലീന പോവാണ്. അവളുടെ ആ ചിരിയും ആക്കിയുള്ള സംസാരവും കേട്ട് അവളൊന്ന് പേടിച്ച് വിറയ്ക്കാണ്. ഇവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവര്. അതിനുശേഷം ഇവള് മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറിയിലേക്ക് പോയി ഒരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ബാലചന്ദ്രൻ താഴേക്ക് വന്ന് അലീന എന്ന് വിളിക്കുന്നുണ്ട്. എന്താ അച്ഛാ എന്നും ചോദിച്ചുകൊണ്ട് അവൾ ചെല്ലാണ്. അല്ല, ഈ ടാബ്ലറ്റ് ആണോ ഞാൻ ഇന്ന് കഴിക്കേണ്ടത്? നല്ല മറവി പോലെ തോന്നുന്നു. അച്ഛാ, ഇതല്ല, ഇത് കഴിക്കണ്ട, നിർത്തിയേക്കാ ഡോക്ടർ പറഞ്ഞല്ലേ. ഇതല്ല കഴിക്കേണ്ടത്, ഈ ടാബ്ലറ്റാ എന്നും പറഞ്ഞ് എടുത്തു കൊടുക്കാണ്. ശരി മോളെ, പണിയൊന്നും കഴിഞ്ഞില്ലേ? കുറച്ച് പാത്രൂടെ കഴിയണ്ടച്ചാ, അത്രേ ഉള്ളൂ. അതൊന്നും തീർക്കണ്ട, രാവിലെ എങ്ങാനും തീർക്കാം. നീ കയറി കിടക്കാൻ നോക്ക്. ഞാൻ ചെയ്തോളാം അച്ഛാ, അച്ഛൻ പോയി കിടന്നോ എന്ന് പറയാണ്. ശരിക്കും വൈജ വന്നാലും ദേഷ്യം ഉണ്ടെങ്കിലും ബാലന് മക്കളും ഭാര്യയും എല്ലാം കൂടെ ഒന്നതിൻ്റെ ഒരു സന്തോഷം ചിലരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരെയും പെരുമാറ്റമൊക്കെ വൈജ കാണാണ്. വൈജ അവിടുന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ തന്റെ പൂർവ്വകാല ചരിത്രം എങ്ങാനും ഇവക്കറിയോ എന്നൊരു പേടിയില് വൈജ ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കാണ്. എന്നിട്ട് അപ്പോൾ തന്നെ വൈജയാണെങ്കിൽ അവളുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. അല്ലമ്മേ, ഇതുപോലെ അലീന എന്നോട് പറയാ. അലീനയ്ക്ക് ആ കാര്യങ്ങൾ വല്ലതും അറിയുമോ? മുത്തശ്ശി മനസ്സിൽ ഓർക്കുന്നുണ്ട്. ബാലേന്ദ്രന് ഈ സത്യങ്ങളെല്ലാം അറിയാമല്ലോ. ഇപ്പൊ ബാലേന്ദ്രന്റെ മകളാണല്ലോ അലീന. അപ്പം അവളോട് വല്ലതും പറഞ്ഞു കാണുമോ എന്ന് ഓർക്കുന്നുണ്ട്. മോളെ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അവളേതോ ഓർഫനേജിലായിരുന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിന്റെ അച്ഛൻ വല്ലതും പറഞ്ഞു കാണുമോ? അതെങ്ങനാമേ വെറും ഒരു അനാഥ പെണ്ണിനോട് അച്ഛൻ ഈ കാര്യമൊക്കെ പറഞ്ഞത്? അല്ല, ഒരുപക്ഷെ പറഞ്ഞു കാണോ. അച്ഛനും നിന്റെ ആങ്ങളമാർക്കൊക്കെ അല്ലേ സത്യം അറിയുള്ളൂ. അച്ഛനായിരിക്കില്ല, വേണമെങ്കിൽ എൻ്റെ ആങ്ങളമാരായിരിക്കും പറഞ്ഞത്. കാരണം എൻ്റെ ആങ്ങളമാരിപ്പോ അവളെ കൈവെള്ളയെ കൊണ്ടു നടക്കല്ലേ. അവളെ ഭയങ്കര ഇഷ്ടമല്ലേ. അതുകൊണ്ട് പറഞ്ഞാലും പറയും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ അലീനെ മതിയല്ലോ. അവള് പറഞ്ഞപ്പോളേ എൻ്റെ തൊലി ഒരിഞ്ഞു പോകുന്ന പോലെ തോന്നി എനിക്ക്. ഞാൻ അവളെ കുറെ വഴക്ക് പറഞ്ഞപ്പോൾ അവള് തിരിച്ചനെ പറഞ്ഞതാ. എന്തായാലും ഞാൻ അങ്ങനെ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളെ പുറത്ത് ചാടിക്കും, അത് ഉറപ്പാന്ന് പറയാണ്. അല്ല, രോഹിത്തിന്റെ കാര്യമൊക്കെ എങ്ങനായി? അവന്റെ കാര്യം ആകെപ്പാടെ ബുദ്ധിമുട്ടിലാമേ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, ഞാൻ വീടെടുത്ത് മാറേ ഉള്ളായിരുന്നു. അവന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിപ്പോയി. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്നാ എല്ലാരും പറഞ്ഞത്. അങ്ങനെ കാണിച്ചു നോക്കി അവിടുന്ന് ബെറ്റർ ആയതിനു ശേഷം ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറയുന്നുണ്ട്. അല്ല, അതിനുമ്പ് അലിനെ പോവാണെങ്കിൽ പിന്നെ നീ പോകേണ്ട കാര്യമുണ്ടോ? എൻ്റെ അമ്മേ, അവള് ഒരിക്കലും ഇവിടുന്ന് പോയില്ല. മുതലപ്പെടുത്തെന്നൊക്കെ പറഞ്ഞ ഉടുമ്പ് കൊടുത്തെന്നൊക്കെ കേട്ടില്ലേ അമ്മ? അതുപോലെ പിടിച്ചുകൂടി ഇരിക്കുക ഈ വീട്ടിനെ അവൾ ഒരിക്കലും ഈ സുഖവും സൗകര്യം വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും. എല്ലാം വെറും പറച്ചില് മാത്രമാ. അവൾ ഒരിക്കലും ഇവിടെ വിട്ട് പോയില്ലമ്മേ എന്ന് പറയുന്നുണ്ട്. അവള് പോയിരുന്നെങ്കിൽ പിന്നെ മോക്ക് സമാധാനമായിട്ട് അവിടെ നിൽക്കാന്നല്ലേ. അങ്ങനെ അവളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. അയാൾക്കിപ്പോഴും അവളല്ലേ വലുത്.
അങ്ങനെയാണെങ്കിൽ അവളെ മാത്രം നോക്കിയാൽ മതി, എന്നെ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അലീന വൈജ ഫോൺ കിട്ടാക്കുന്നുണ്ട്. ഈ സമയം ഏറെ വൈകി രാത്രി നോക്കുമ്പോഴും അലീന പാത്രം കഴിക്കൊണ്ടൊക്കെ നിൽക്കുമായിരിക്കും. അതിനുശേഷം അലീന കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് വൈജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നീ എന്താടി ആ പറഞ്ഞ ഉദ്ദേശം? വിവാഹത്തിന് മുമ്പ് നീ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്താണെന്ന് മേഡത്തിന് നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമുണ്ടോ? വിവാഹത്തിന് മുമ്പ് പ്രസവിക്കുന്ന സ്ത്രീകളൊക്കെ പിഴച്ചവരാണെങ്കിൽ മേഡമോ എന്ന് ചോദിക്കാണ്. ഇത് കേട്ട് അവളൊന്ന് ഞെട്ടി വിറച്ച് നിൽക്കാണ്. മേഡം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവർക്ക് ശല്യം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല. ഞാൻ എത്രയും പെട്ടെന്ന് പോകും. മേഡവും മക്കളും അദ്ദേഹവും കൂടി ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നെ പറഞ്ഞ് ആരും പിരിയരുത് എന്നും പറഞ്ഞ് റൂമിൽ കയറി കഥ അടയ്ക്കാണ്. അപ്പോൾ അവൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നുള്ള കാര്യം വൈജ മനസ്സിലാവാണ്. വൈജ ആകെപ്പാടെ പേടിച്ച് വിറച്ച് എന്താ പറയണ്ടെന്ന് പോലും അറിയാതെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെങ്ങാണ് ബാലചന്ദ്രന് കേൾക്കുവോ അറിയോ ചെയ്യുമോ എന്നോർത്ത് അവളിങ്ങനെ പേടിച്ച് നിൽക്കുമായിരിക്കും. ഇവർ രണ്ടുപേരെയും സംഭാഷണം മേലിൽ നിന്നുകൊണ്ട് ബാലേന്ദ്രൻ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. വൈജയുടെ മുഖത്തെ എക്സ്പ്രഷനും അവളുടെ പേടിയെല്ലാം അവൻ കണ്ട് ആസ്വദിക്കാണ്. വൈജ അകത്തേക്ക് കയറിപ്പോകുമ്പം ബാലൻ മനസ്സിൽ ഉറുക്കുന്നുണ്ട്. അലീന എന്തായാലും കുറുക്കുള്ളൊന്ന് മറുപടിയാ അവൾക്ക് കൊടുത്തത്. അവൾക്ക് അത് വേണം, അവളുടെ അഹങ്കാരത്തിന് അത് അത്യാവശ്യമാ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണേ. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാവാതിരിക്കാൻ ചാനൽ മുറുക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.